എംഒ എനർജി ഡയഗ്രാം കെമിക്കൽ ബോണ്ടിങ് ചാപ്റ്ററിൽ വളരെ പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ എളുപ്പം വരയ്ക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. മക്കളെ, എംഒ എനർജി ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഈ വൈ ആക്സിസിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് എനർജിയാണ്. അതിൻ്റെ അർത്ഥം മുകളിലേക്ക് പോകുമ്പോൾ എനർജി കൂടും, താഴോട്ട് വരുമ്പോൾ എനർജി കുറയും. ഈ ഡയഗ്രത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, 2 നൈട്രജൻ ആറ്റങ്ങളുടെ ഓർബിറ്റലുകളുടെ എനർജി നമുക്ക് മനസ്സിലാക്കാം, എനർജി ഓർഡർ മനസ്സിലാക്കാം. അതേപോലെ നടുക്കുള്ളത് നൈട്രജൻ മോളിക്യൂളാണ്. അതായത് 2 നൈട്രജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് നൈട്രജൻ മോളിക്യൂൾ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ നൈട്രജൻ ആറ്റങ്ങളിലെ അറ്റോമിക് ഓർബിറ്റലുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്യുലാർ ഓർബിറ്റൽസ് ഉണ്ടാവുന്നത്. ഒരു നൈട്രജൻ ആറ്റത്തിൻ്റെ 1s ഓർബിറ്റൽ അടുത്ത നൈട്രജൻ ആറ്റത്തിൻ്റെ 1s ഓർബിറ്റലായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ we get 2 molecular orbitals which are they sigma 1s and sigma star 1s. അതുപോലെ 2sഉം 2sഉം കമ്പൈൻ ചെയ്താൽ sigma 2s and sigma star 2s. 2pയിലെ 3 ഓർബിറ്റൽ ഉണ്ട്. അങ്ങനെ 2p ഓർബിറ്റൽസ് പരസ്പരം കമ്പൈൻ ചെയ്താൽ we get pi 2px pi 2py sigma 2pz 3 ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും pi star 2px pi star 2py sigma star 2pz 3 ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റലും. 2 അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്ത 2 മോളിക്കുലർ ഓർബിറ്റൽ. ഇവിടെ 3 6 കമ്പൈൻ ചെയ്ത് അപ്പോൾ 6 മോളിക്കുലർ ഓർബിറ്റൽ കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവർ എനർജി വൈസ് പ്ലേസ് ചെയ്യാണ്. അറ്റോമിക് ഓർബിറ്റലിന് എനർജി ഓർഡർ നിങ്ങൾക്ക് അറിയാലോ. ഏറ്റവും എനർജി കുറഞ്ഞ ഓർബിറ്റൽ 1s ആണ്, ദെൻ 2s ആണ്, ദെൻ 2p ആണ്. അപ്പോൾ ഏറ്റവും താഴെ 1s, ദെൻ 2s, ദെൻ 2p. നൈട്രജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? 1s2 നൈട്രജൻ ആറ്റം അറ്റോമിക് നമ്പർ 7 1s2 2s2 2p3 ആണ്. അതാണ് ഇവിടെ 1sൽ 2 2sൽ 2 2pയിൽ 3 ഓരോന്നായിട്ട് നിന്നു. ഒരു നൈട്രജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ഇവിടെ വരച്ചത്. അതിൻ്റെ എനർജി ഡയഗ്രമാണിത്. മുകളിലേക്ക് പോകുമ്പോൾ എനർജി കൂടും. 1s ആണ് ലോവസ്റ്റ് എനർജി ലെവൽ, ദെൻ 2s, ദെൻ 2p. അതുപോലെ ഐഡൻറ്റിക്കലായ മറ്റൊരു നൈട്രജൻ ആറ്റത്തിൻ്റെ എനർജി ലെവൽ ഡയഗ്രമാണിത്. ഇനി ഇവർ കമ്പൈൻ ചെയ്തുണ്ടായ മോളിക്കുലാർ ഓർബിറ്റൽസിൻ്റെ എനർജി പ്ലേസിംഗ് ആയത്. ഏറ്റവും എനർജി കുറഞ്ഞ മോളിക്കുലാർ ഓർബിറ്റൽ ഏതാ? സിഗ്മ 1s. 2 ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു ബോണ്ടിങ്ങും ഒരു ആൻറ്റി ബോണ്ടിങ്ങും ഉണ്ടാവും. ബോണ്ടിങ്ങിൻ്റെ എനർജി അറ്റോമിക് ഓർബിറ്റലിനേക്കാളും കുറവാണ്. ആൻറ്റി ബോണ്ടിങ്ങിൻ്റെ എനർജി അറ്റോമിക് ഓർബിറ്റൽ എനർജിയേക്കാൾ കൂടുതലാണ്. അപ്പോൾ സിഗ്മ 1sൽ 2 ഇലക്ട്രോൺ. N2 മോളിക്യൂളിൻ്റെ കോൺഫിഗറേഷൻ എഴുതാൻ അറിയില്ലേ? N2ൽ എത്ര? 14 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ബോണ്ടിങ്ങിൻ്റെ എനർജി അറ്റോമിക് ഓർബിറ്റലും താഴെ, ആൻറ്റി ബോണ്ടിങ്ങിൻ്റെ മുകളിൽ. ഇവിടെ അങ്ങനെ തന്നെ ബോണ്ടിങ്ങിൻ്റെ താഴെ, ആൻറ്റി ബോണ്ടിങ് മുകളിൽ. ഇവിടെയും 3 ബോണ്ടിങ് താഴെ, 3 ആൻറ്റി ബോണ്ടിങ് മുകളിൽ. റെഡി? നൈട്രജൻ മോളിക്യൂളിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം 14. അപ്പോൾ സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 pi 2px2 pi 2py2 സിഗ്മ 2pz2. അപ്പോൾ 14 ഇലക്ട്രോൺസ് ഫില്ലായി കഴിഞ്ഞു. ഈ ഡയഗ്രത്തെയാണ് എംഒ എനർജി ഡയഗ്രാം ഓഫ് N2 മോളിക്യൂൾ എന്ന് പറയാം. റെഡിയാണ്? അപ്പോൾ ഈ ഡയഗ്രാം നോക്കിയാൽ നമുക്ക് മോളിക്കുലർ ഓർബിറ്റൽസിൻ്റെ എനർജി ഓർഡറിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് വരുന്നതായിട്ട് കാണാം. അതുപോലെ ആ മോളിക്യൂൾ ഉണ്ടായ കറസ്പോണ്ടിങ് ആറ്റത്തിൻ്റെ എനർജി ലെവൽ ഡയഗ്രാം കൂടെ നമുക്കതിൽ വിസിബിൾ ആണ്. ഈ ഡയഗ്രത്തെയാണ് എംഒ എനർജി ലെവൽ ഡയഗ്രാം ഓഫ് N2 എന്ന് പറയുന്നത്. മക്കളെ, O2ൻ്റെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എന്ത് മാറ്റം ഉണ്ടാവുക? O2ൻ്റെ ഡയഗ്രാം വരയ്ക്കുമ്പം സിഗ്മ 2pzൻ്റെ പൊസിഷൻ നേരെ താഴെ വരിക. ഇത് 2 മുകളിലും വരും. കാരണം സിഗ്മ 2pz pi 2pxn pi 2pyനേക്കാൾ മുമ്പ് ഫില്ല് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം O2ൽ. ഓക്കെ, O2ൻ്റെ ഡയഗ്രാം വരച്ച് നോക്കുക. സംശയം ഉണ്ടെങ്കിൽ, കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണ് സാർ എന്ന്, അല്ലെങ്കിൽ O2 മോളിക്യൂൾ എനിക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ O2 കൂടെ ചെയ്യണം സാർ എന്നാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ എക്സാമിന് ആവശ്യമുള്ള ഏതൊക്കെ ചാപ്റ്ററുകളിൽ ഏതെങ്കിലുമൊക്കെ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലാത്തതുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കോണ്ടൻറ്റ് വീഡിയോസിലൂടെ ഞങ്ങളത് ക്ലിയർ ചെയ്തു തരും. ആവശ്യമുള്ള കാര്യങ്ങൾ മൊത്തം കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇന്ന് വൈകിട്ട് വരുന്ന ലൈവ് ക്ലാസ്സിൽ ഓർഗാനിക് കെമിസ്ട്രി, അതേപോലെ ഹൈഡ്രോ കാർബൺസ്, ഈ 2 ചാപ്റ്ററിൻ്റെ ഡിസ്കഷനാണ് വരുന്നത്. സോ എല്ലാവരും ലൈവ് അറ്റൻഡ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ അറിയിക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു ആൾ.